ഞായറാഴ്ച ആയി കഴിഞ്ഞാല് എന്തായാലും നോൺ ഇല്ലാത്ത വീടുകൾ കുറവ് തന്നെ ആയിരിക്കുള്ളൂ. അത് മസ്റ്റ് ആണ്. ഒന്നെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, എന്തായാലും നോൺ എന്തായാലും ഒരു വീട്ടിൽ ഉണ്ടാവും. സാധാരണക്കാരുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഉണ്ടാവും. കാരണം ഒരു ഞായറാഴ്ച ആവാൻ കാത്തിരിക്കും എന്തെങ്കിലും നോൺ മേടിക്കാനൊക്കെ ആയിട്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. വീക്കെൻഡിൽ തന്നെ ഉണ്ടാവും. ഇപ്രാവശ്യം വീക്കെൻഡിൽ മേടിച്ചത് ലിവറാണ് ബീഫിന്റെ. അപ്പൊ അത് തൊലിയൊക്കെ കളഞ്ഞെടുക്കണമായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് തന്നത് അനിയനാണ് കേട്ടോ. അപ്പൊ അവൻ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്ത് തന്നു. അങ്ങനെ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണാണ് കേട്ടോ ഞാനിപ്പോ കാണിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് വേവിക്കണം. അപ്പൊ അതിനു മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പൊ അത് ആദ്യം ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒരു ജാറിലേക്ക് ഒരു പിടി വെളുത്തുള്ളി, ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പിന്നെ 15 ചെറുള്ളിയും കൂടിയിട്ട് നല്ലപോലെ ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുക്കറിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇതിന് ശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മള് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇത് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെയ്യാൻ കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല. എങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി മൂത്ത് വരുന്ന സമയത്താണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. 2-2.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല പോലെ ഇത് ഇളക്കി ഇതിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറ്റണ വരെ ഒന്ന് ഇളക്കി വരാതെ. അപ്പൊ അടി പിടിക്കാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മള് കഴുകി വെച്ച ലിവറും കൂടി ഇടുവാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറേശ്ശെ വാരി ഇടുന്നത്, ഒറ്റയടിക്ക് ഇങ്ങനെ ഇടണമെങ്കിൽ ഇടാം. ഞാനപ്പോ അതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന വിചാരിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ കോരി ഇടുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പൊ 1-2 വിസില് മതി. അപ്പൊ എന്റെ കുക്കറിന്റെ വേവ് നോക്കിയ കാരണം കൊണ്ട് ഏകദേശം ഒരു വലുതും ഒരു ചെറുതും ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വതവേ അത്യാവശ്യം നല്ലൊരു കുക്കറൊക്കെ ആണെങ്കിൽ ഒറ്റ വിസില് മതി എന്നാ പറയണത്. പക്ഷെ എന്റെ കുക്കറിൽ വിസില് വരൽ ഇത്തിരി കുറവായതുകൊണ്ട് 2 വിസിൽ അടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ വേവ് അനുസരിച്ച് അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കിയ ശേഷം മാത്രമാണ് അടച്ചു വെച്ചിട്ട് ഇത് അടിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ആയിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് മസാലയും കൂടി ശരിയാക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് ഞാൻ എടുത്തേക്കണത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അത് ഒഴിക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു പിടി തേങ്ങാക്കൊത്ത് മതി, അതൊന്ന് ഇടുക. പിന്നെ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞിടുക കേട്ടോ. വലുതാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 കേട്ടോ. ഇനി 2-3 പച്ചമുളക് നെടുകെ കീറിയത്, പിന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ട് ഇനി നല്ല പോലെ ഇളക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാൻ മറക്കരുത്. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടണം. അപ്പൊ ഉരുളി ആയതുകൊണ്ട് നല്ലപോലെ ചൂടായി വരാൻ ഇത്തിരി ടൈം എടുക്കും കേട്ടോ. എന്നാലും ഇതിൽ കുക്ക് ചെയ്യണം. എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടം എനിക്ക് ഉരുളിയിൽ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അത് എനിക്ക് എനിക്ക് ഒരു രസമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം നല്ലപോലെ വേവാവും. അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ഇളക്കിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി ഒരുപാടൊന്നും വേണ്ട. നമ്മൾ നേരത്തെ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലധികം മുളക് പൊടി വേണ്ട. എന്നാലും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കിയിട്ട് ആ ഒരു പച്ചമണം കളഞ്ഞ് നല്ല പോലെ ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് അപ്പോഴേക്കും നമ്മൾ വെന്തെടുത്തേക്കുന്ന ആ ഒരു ലിവർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാനത് വേവിച്ചെടുത്തതൊന്നും കാണിച്ചിട്ടില്ല. നേരെ ഞാൻ ഇതിലേക്ക് ഇടുന്നതേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, 1-2 വിസിൽ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിന്റെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെള്ളം വറ്റിക്കുക. നല്ല പോലെ ഇളക്കി നിൽക്കണോണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും നല്ലത് ഉരുളിയിലിട്ട് ഇത് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇളക്കാനായിട്ടും സുഖം തന്നെയാണ്. അപ്പൊ നല്ലപോലെ ഇളക്കി നമുക്ക് ഈ ഒരു ലിവറിന്റെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാം കേട്ടോ.
ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കിയാൽ മതി, പെട്ടെന്ന് വെള്ളം വറ്റി പൊക്കോളും. അങ്ങനെ സൺഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ലിവർ ഫ്രൈ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനി ഇത് നമ്മൾ ഓരോ പ്രാവശ്യം ചൂടാക്കി നമ്മൾ എടുക്കും തോറും ഇത് ഇത്തിരിയും കൂടി മൊരിഞ്ഞ് 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 പ്രത്യേക ടേസ്റ്റിലേക്ക് എത്തും കേട്ടോ. ഇതിപ്പോ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ തേങ്ങാക്കൊത്തൊക്കെ വന്നപ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയി കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കുറെ നേരം ഒന്നും വേണ്ട, ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ.